വേനൽക്കാലം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബംഗാളിൽ നിന്നുള്ള പയ്യന്മാർ ഇവിടെ വന്നിട്ട് ഇതേ പൈസ കൊയ്യണ പരിപാടിയാണ് ഈ കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ വന്നിട്ട് കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു മെഷീൻ ഇടും. ഞാൻ ദേ ഇവനോട് സംസാരിച്ച്, ഒരു ആസാം സ്വദേശിയാണ് ഇവൻ ഒരു ദിവസം ഇവന് 10,000-4,000 രൂപയാണ് അതിനിടയ്ക്കാണ് ഇവന് കിട്ടണത്. കാരണം ഒരു കരിമ്പ് ജ്യൂസിന് ഇവൻ വാങ്ങണത് 40 രൂപ. എങ്ങനെ പോയാലും ചിലപ്പോൾ 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, മിനിമം ഒരു 100-ൽ കൂടുതൽ പോകുന്നതാണ് ഇവൻ പറയണത്. ഇവന് ആകെയുള്ള മുടക്ക് മുതൽ വെറും 600 രൂപ. ഡീസലൊരു 300 രൂപയ്ക്ക് വാങ്ങി വെക്കും, പിന്നെ കരിമ്പിൻ്റെ കാശ് അങ്ങനെ. ബാക്കി ഇവനൊരു 1000 രൂപ ഇവൻ്റെ മുതലാളി കൊടുക്കുമെന്ന് ഇവൻ പറയണത്. എന്നാലും ബാക്കി ഒരു 2,000-2,500 രൂപ ഒരു ദിവസം ഈ മെഷീനത്തും വന്ന് അല്ലെങ്കിൽ ഈ ജ്യൂസും വന്ന് ഇവർക്ക് കിട്ടും. നമ്മളിവിടെ ഈ എന്ത് ജോലിയും ചെയ്യാൻ മടിയായവർക്കൊക്കെ ഇതൊരു പ്രചോദനമാണ്. കാരണം ബംഗാളിൽ നിന്ന് വന്നിട്ട് 10,000 രൂപയുടെ പണി ഇവൻ എടുക്കുന്നുണ്ട്. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കുഴപ്പമില്ല, കാരണം നല്ല ജ്യൂസാണ്. കരിമ്പിൻ്റെ ജ്യൂസാകുമ്പോൾ അത്യാവശ്യം എല്ലാ ഗുണങ്ങളും അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കണം. ഇവിടെ കരിമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കരിമ്പാണ്, അതുകൊണ്ട് തന്നെ പൈസ കുറവാണ് അതിന്. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരുമിച്ചെടുക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ ലാഭമാണ്. ഇതാണ് ബംഗാളികളിലെ ഏറ്റവും കൂടുതൽ അവർക്ക് ഉള്ള ലാഭം എന്ന് പറയണത്. അവരിവിടെ വന്നിട്ട് നന്നായി അധ്വാനിക്കുന്നുണ്ട്, അതനുസരിച്ച് പൈസയും കിട്ടുന്നുണ്ട്. ഇങ്ങനെ കണ്ടുപിടിക്കണം മലയാളികളും. ഞാൻ പിന്നെ ഒരു ഫ്രഷ് കരിമ്പ് വാങ്ങി കുടിച്ചപ്പോൾ തന്നെ നല്ല വെള്ളമായിരുന്നു. ഒരു നാരങ്ങ ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിരുന്നു.